കൊളംബിയയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ തട്ടിയെടുക്കാൻ 8 മാസം ഗർഭിണിയായ അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തി. വയർ കീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തെന്ന് ഞെട്ടിക്കുന്ന കേസ്. ലോകം മുഴുവൻ നടുങ്ങിയ ഈ ക്രൂരതയ്ക്ക് പിന്നാലെ ഇപ്പോഴും ഒരേയൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്: അലാഹിയ ജീവനോടെ ഉണ്ടോ എന്ന്. മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ക്രൂരത. കൊളംബിയയിലെ കാലി നഗരത്തിനടുത്ത് 21-കാരിയായ മരിയ കമീല പൊട്ടോസി 8 മാസം ഗർഭിണി. സ്വപ്നം കണ്ടത് കുഞ്ഞിന്റെ വരവായിരുന്നു. പക്ഷേ കാത്തിരുന്നത് മരണമായിരുന്നു. ജൂലൈ 16 ഒരു സ്ത്രീയുടെ ഫോൺ കോൾ. കുഞ്ഞിനുള്ള സമ്മാനങ്ങൾ വാങ്ങാൻ പോകാമെന്ന്. അത് വിശ്വസിച്ചാണ് മരിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. CCTVയിൽ മറ്റൊരാളോടൊപ്പം ഇരുചക്രവാഹനത്തിൽ പോകുന്ന മരിയയുടെ അവസാന ദൃശ്യങ്ങൾ. അതിനുശേഷം മരിയയെ ജീവനോടെ ആരും കണ്ടില്ല. അല്പസമയങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ പുതപ്പുകളിൽ പൊതിഞ്ഞ മൃതദേഹം. ശരീരമാകെ കുത്തേറ്റ പാടുകൾ. ഏറ്റവും ഞെട്ടിച്ചത് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത നില. കുഞ്ഞിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ നിഗമനം. ജനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്ന കുഞ്ഞിനെ കുടുംബം നേരത്തെ തന്നെ പേരിട്ടിരുന്നു: അലാഹിയ. ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. ജീവനോടെ കണ്ടെത്തുക, അതാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. സംഭവത്തിൽ 4-ലധികം പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയം. CCTVയിൽ പതിഞ്ഞ സ്ത്രീയെ കണ്ടെത്താൻ പോലീസ് വ്യാപക അന്വേഷണത്തിലാണ്. പ്രതികളെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $62,000 പാരിതോഷികവും പ്രഖ്യാപിച്ചു. മരിയയുടെ അമ്മയുടെ അപേക്ഷ തന്റെ കൊച്ചുമകളെ ജീവനോടെ തിരികെ തരുമെന്ന്. ആ വാക്കുകൾ ഇപ്പോൾ കൊളംബിയയുടെ കണ്ണീരായി മാറുകയാണ്. ഒരമ്മയുടെ ജീവൻ കവർന്നു. ജനിക്കാനിരുന്ന കുഞ്ഞിനെയും കാണാതാക്കി. കൊളംബിയയെ നടുക്കിയ ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ആരാണ്? അലാഹിയ ജീവനോടെയുണ്ടോ? ഉത്തരം തേടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.